ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2025 ഇപ്പോൾ വർഷാവർഷമാണല്ലോ SIയുടെ എക്സാം നടക്കുന്നത്. സബ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന്, അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. SIയുടെ എക്സാമിന് ചോദിച്ചതായ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത്. 30/8/2020 ഓഗസ്റ്റ് മാസം 30-ാം തീയതിയാണ് ഈ പരീക്ഷ നടന്നിട്ടുള്ളത്. ഇതിന് മുൻപ് നടന്നത് 2024 സെപ്റ്റംബർ മാസം 26, 2024 സെപ്റ്റംബർ മാസം 26-നാണ് ഇതിന് മുൻപ് എക്സാം നടന്നത്. ഇപ്പോൾ 2025 ഓഗസ്റ്റ് മാസം 30-ാം തീയതി നടന്നു. നമുക്ക് ഏറ്റവും നല്ലൊരു എക്സാമാണ്, ആരും കൊതിക്കുന്ന യൂണിഫോം പോസ്റ്റാണ്. സബ് ഇൻസ്പെക്ടർ എന്നത് നേരിട്ടുള്ള നിയമനമായതിനു ശേഷം ഏറ്റവും നല്ലൊരു പോസ്റ്റാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ നെയിം ഓഫ് ദി പാർട്ട് ഓഫ് സ്പീച്ച് ഗിവൺ ഇൻ ബോൾഡ് ഇൻ ദി ഗിവൺ സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് കണ്ടുപിടിക്കണം. പാർട്ട് ഓഫ് സ്പീച്ച് ആണ്. പാർട്ട് ഓഫ് സ്പീച്ച്. വാട്ട് ഡു യു മീൻ ബൈ പാർട്സ് ഓഫ് സ്പീച്ച്? എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേർഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു 8 ക്ലാസ്സസ് അക്കോർഡിംഗ് ടു ദെയർ ഫങ്ഷൻ ആൻഡ് നേച്ചർ. ഇൻ ഇംഗ്ലീഷ്, words are divided into 8 classes according to their function and nature. They are called parts of speech. ഇംഗ്ലീഷിൽ വാക്കുകളെ അവയുടെ സ്വഭാവത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ 8ആയി തരംതിരിച്ചിരിക്കുന്നു. അവയെ വിളിക്കുന്ന പേരാണ് പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച് എന്നാൽ എന്തൊക്കെ വരാം? നൗണ് വരാം, പ്രൊനൗണ് വരാം, അഡ്ജക്റ്റീവ് വരാം, വേർബ് വരാം, ആഡ്വേർബ് വരാം, കൺജങ്ഷൻ വരാം, പ്രപ്പോസിഷൻ വരാം, ഇൻ്റർജെക്ഷൻ വരാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയുന്ന കുട്ടിക്ക് തീർച്ചയായിട്ടും ഈ സാധനം പറയാൻ വേണ്ടി പറ്റും. ഐ വിൽ നെവർ ഫോളോ യു. ഞാൻ നിന്നെ ഒരിക്കലും പിന്തുടരുകയില്ല. അപ്പോൾ അവിടെ ക്രിയയെ വിശേഷിപ്പിക്കുന്നൊരു പദമായിട്ടാണ് നെവർ എന്നുപയോഗിച്ചിരിക്കുന്നത്. നെവർ ഈസ് ആൻ അഡ്വേർബ്, ഒരു ക്രിയാവിശേഷണ പദമാണ്. അപ്പോൾ ആൻസർ ബി എന്നതാണ്. അഡ്വേർബ് എന്നതാണ് ആൻസർ, അഡ്വേർബ്. അടുത്തായിട്ട് എന്താ പറയുന്നത്? നെയിം ദ കറക്റ്റ് ദ ഗിവൺ സെൻറ്റൻസ് ബൈ ചൂസിങ്. കറക്റ്റ് ദ ഗിവൺ സെൻറ്റൻസ് ബൈ ചൂസിങ് ദ സ്യൂട്ടബിൾ വേർബ് ഫോം ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് എന്നാണ്. ദ ഗേൾസ് ആൻഡ് ബോയ്സ് ഓഫ് ക്ലാസ് 5 or 5th who have registered for the study tour have requesting for leave since yesterday. അഞ്ചാം ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ടൂറിന്, വിനോദയാത്രയ്ക്ക് പോകാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രജിസ്റ്റർ ചെയ്തതായ ആൺകുട്ടികളും പെൺകുട്ടികളും, 5ാം ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇന്നലെ മുതലേ ലീവിന് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്? അവിടെ നമ്മളൊരു പ്രപ്പോസിഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ മുൻ വീഡിയോസിലെല്ലാം ചർച്ച ചെയ്തതാണ്. ആ പ്രപ്പോസിഷൻ ഏതാണ്? ഫോറോ സിൻസോ ആണ്, അല്ലേ? ഫോറോ സിൻസോ ആണ്. ഇവിടെ ഫോറും വന്നിട്ടുണ്ട്, സിൻസും വന്നിട്ടുണ്ട്. പക്ഷേ രണ്ടിൻ്റെ മീനിങ് വ്യത്യാസമാണ്, അല്ലേ? ഫോർ എന്നതിൻ്റെ ഇവിടുത്തെ മീനിങ് എന്താ? അവധിക്ക് വേണ്ടി എന്നാണ്. ഫോർ ഹിം, അവന് വേണ്ടി. ഫോർ ഇന്ത്യ, ഇന്ത്യക്ക് വേണ്ടി. ഫോർ മീ, എനിക്ക് വേണ്ടി. ഫോർ ലീവ്, അവധിക്ക് വേണ്ടി. അടുത്ത നോക്കാം. സിൻസ് യെസ്റ്റർഡേ, ഇന്നലെ മുതൽ. ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി ആരംഭിച്ച് വർത്തമാനകാലത്തിലും ആ പ്രവൃത്തി കണ്ടിന്യൂസ് ആയി നടക്കുന്നു എന്നാണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ആൻസർ പ്രകാരം സി എന്നതാണ്. അവിടെയുള്ള തെറ്റെന്താ? ഹാവ് റിക്വസ്റ്റിംഗ് എന്നല്ല വേണ്ടത്, ഹാവ് ബീൻ റിക്വസ്റ്റിംഗ് എന്നാണ്. ഹാവ് ബീൻ റിക്വസ്റ്റിംഗ്. ഐഡൻറ്റിഫൈ ദ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ്. ഇതാണ്. Sentences are primarily divided into 4, or there are 4 kinds of sentences. They are declarative, interrogative, imperative, exclamatory. അത് നമുക്ക് നോർമലി അറിയുന്ന കേസാണ്. ഇതിനു പുറമെ
ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞിട്ട് വേറെയുണ്ട് നമുക്ക് പഠിക്കാൻ. അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? അക്കോർഡിംഗ് ടു ദ ക്ലോസ് സ്ട്രക്ചർ. ഒരു വാചകത്തിൽ വരുന്ന ക്ലോസ് ഘടന അനുസരിച്ച് മെയിൻ ക്ലോസ് ആണോ സബോർഡിനേറ്റ് ക്ലോസ് ആണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ sentences are also divided into 4. They are simple, complex, compound, complex. ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസ്, ഒരു മെയിൻ ക്ലോസ് മാത്രം, രണ്ട് മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും, ഇങ്ങനെയാണ് വാചകങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? കോമ്പൗണ്ടിൻ്റെ ഘടകവും വേണം, കോംപ്ലക്സിൻ്റെ ഘടകവും വേണം. 2 മെയിൻ ക്ലോസസ് ആൻഡ് 1 സബോർഡിനേറ്റ് ക്ലോസ്. സെൻറ്റൻസ് കണ്ടെയ്ൻസ് 2 മെയിൻ ക്ലോസസ് ആൻഡ് 1 സബോർഡിനേറ്റ് ക്ലോസ്. അങ്ങനെയുള്ളൊരു വാചകമേ അവിടെയുള്ളൂ. മൈ ഫ്രണ്ട് ഹൂ വാസ് ഇൻ ദുബായ് കെയിം എസ്റ്റർഡേ ആൻഡ് ഗെയ്വ് സം ഗിഫ്റ്റ്സ്. ഈ വാചകത്തിൽ 2 മെയിൻ ക്ലോസ് ഉണ്ട്, ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്. അതുകൊണ്ട് ആൻസർ ഡി എന്നതാണ്. യെസ്. 4th വൺ എന്താ? ഈഫ് ക്ലോസുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈഫ് ക്ലോസിൻ്റെ സ്ട്രക്ചറിൽ വന്നിരിക്കുന്ന തെറ്റാണ് കണ്ടുപിടിക്കാൻ. ഈഫ് ക്ലോസിൻ്റെ സ്ട്രക്ചറിൽ വന്നിരിക്കുന്ന തെറ്റ്. ദർ ആർ 3 കണ്ടീഷണൽ സെൻറ്റൻസസ്. എത്ര കണ്ടീഷണൽ വാചകങ്ങളാണത്? 3 എണ്ണം. പ്രോബബിള്, ഇംപ്രോബബിള്, ഇമ്പോസിബിൾ. ഇതിന് പുറമെ ഒരു 0 കണ്ടീഷണൽ ക്ലോസ് കൂടി നമുക്കുണ്ട്. ഇഫ് യു ഹീറ്റ് വാട്ടർ ഇറ്റ് ബോയിൽസ്. അവിടെ എന്ത് ചെയ്യുന്നില്ല? അവിടെ നമ്മൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല. അതൊരു ജനറലായിട്ടുള്ള ഒരു യൂണിവേഴ്സലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളവിടെ 0 ചേഞ്ചാണ്. ഇവിടെ തെറ്റ് കിടക്കുന്നത് ഏതാണെന്ന് നമുക്ക് 3 വാചകങ്ങളിൽ കാണാം. ഈഫ് പ്ലസ് സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് വേർ എന്ന് വന്നാൽ, ഈഫ് പ്ലസ് സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് വേർ എന്ന് വന്നാൽ, രണ്ടാമത്തെ വാചകം സബ്ജക്റ്റ് പ്ലസ് വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് പ്ലസ് V1 ആയിരിക്കണം. അപ്പോൾ ബി എന്ന ആൻസർ തെറ്റാണ്. ഇഫ് യു സ്റ്റഡി യു വിൽ ബി പാസ്ഡ് എന്നല്ല വേണ്ടത്. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. യു വിൽ ബി പാസ്ഡ് അല്ല, യു വിൽ പാസ്. അപ്പോൾ സി എന്ന വാചകത്തിലെ തെറ്റതാണ്. ഇനി ഡി എന്ന വാചകത്തിലെ തെറ്റെന്താ? ഈഫ് യു വിൽ വർക്ക് എന്നല്ല വേണ്ടത്. ഈഫ് യു വർക്ക് ഐ വിൽ പേ യു വെൽ. ഐ വിൽ പെയ്ഡ് യു വെൽ അല്ല, ഐ വിൽ പേ യു വെൽ എന്നാണ്. അപ്പോൾ ബി എന്ന വാചകം തെറ്റാണ്, സി എന്ന വാചകം തെറ്റാണ്, ഡി എന്ന വാചകം തെറ്റാണ്. ഇതിൽ എന്നൊരു കറക്റ്റ് ആൻസർ ഏതാണ്? എ എന്നതാണ്. ഇഫ് യു ഹാഡ് കം ഐ വുഡ് ഹാവ് ജോയിൻഡ്. അഞ്ചാമത്തത് ശരിക്കും പറഞ്ഞാൽ ആൻസർ മാറിപ്പോയിട്ടാണ്, അല്ലെങ്കിൽ ആൻസർ നമ്മൾ സാധാരണ പഠിച്ചതിൽ നിന്നും ചെറിയൊരു വ്യത്യസ്തമായ രീതിയിലാണ് PSC ആൻസർ കൊടുത്തത്. സാധാരണ ഫൈറ്റ് എന്നതിന് ശേഷം ഇത് പ്രെപ്പസിഷണൽ ഫ്രേസസുമായി ബന്ധപ്പെട്ടതാണ്. പ്രെപ്പസിഷണൽ ഫ്രേസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പരസ്യത്തിൽ. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. സീക്രട്ടിന് ശേഷം എപ്പോഴും ഓഫാണ് ഉപയോഗിക്കുക. ഇനി ചില വീടുകളുടെ ഗേറ്റിനൊക്കെ എഴുതി വെച്ചിട്ട് കാണാം, പട്ടിയുണ്ട് സൂക്ഷിക്കുക. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബിവെയർ ഓഫ് ഡോഗ്സ് എന്നാണ്. അപ്പോൾ ബിവെയർ ഓഫ് ഡോഗ്സ്, ബിവെയറിന് ശേഷം എന്താ ഉപയോഗിക്കുക? യെസ്, ഓഫ് ഉപയോഗിക്കുക. ഇനി ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ ആ സൂസെയർ വിളിച്ചു പറയുന്നുണ്ട് അല്ലേ? ഭാവി പ്രവചിക്കുന്ന ആൾ ആ മാർച്ചിങ്ങിന് പോകുന്ന സമയത്ത് ആ മാർച്ചിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നു, സൂസെയർ വിളിച്ചു പറയുന്നു സീസറിനോട്, ജൂലിയസ് സീസറിനോട് പറയുന്നു, ബിവെയർ ദ ഐഡ്സ് ഓഫ് മാർച്ച് 15th എന്നാണ്. ബിവെയർ ദ ഐഡ്സ് ഓഫ് മാർച്ച് 15th. മാർച്ച് മാസം 15-ാം തീയതി എന്നത്, അല്ലെങ്കിൽ മാർച്ച് മാസം പകുതി എന്നത് എന്ത് ചെയ്യുക? നിങ്ങൾ കരുതിയിരിക്കുക. അപ്പോൾ ബിവെയർ ഓഫ് ഡോഗ്സ്. അതേപോലെ ഫൈറ്റ് അല്ലെങ്കിൽ ഫോർട്ട് എന്നതിന് ശേഷം എപ്പോഴും വിത്താണ് വരിക. പക്ഷേ ആൻസർ PSC കൊടുത്തത് 4 എന്നതാണ്.
അപ്പോൾ ശരിക്കുള്ള ആൻസറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഫൈനൽ ആൻസർ കീയിൽ അങ്ങനെയാണ് PSC കൊടുത്തിട്ട് കാണുന്നത് വിത്ത് എന്നതാണ്. അപ്പം ബ്രാക്കറ്റിൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ട് വിത്ത് എന്നും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 6th വൺ എന്താ? കലക്റ്റീവ് നൗണാണ്. കലക്റ്റീവ് നൗൺ SCERT പുസ്തകത്തിലൊക്കെ കൃത്യമായി വരുന്നൊരു സാധനമാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതൊരു വെറൈറ്റി ആയൊരു ക്വസ്റ്റ്യനാണ്. ഷീ ഫൗണ്ട് ഡാഷ് ഓഫ് ആരോസ് ഇൻസൈഡ് ദ ക്യാബിൻ എന്നാണ്. മുറിക്കകത്ത് അസ്ത്രങ്ങളുടെ കൂട്ടം കണ്ടു എന്നാണ്. അവനാഴിയിൽ അസ്ത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ബാഹുബലിയൊക്കെ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഒരുപാട് ഇങ്ങനെ അല്ലെ കൂട്ടിയിട്ട്. അപ്പോൾ എ ക്യൂവർ ഓഫ് ആരോസ് എന്നാണ്. എ ക്യൂവർ ഓഫ് ആരോസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മൂർഖൻ പാമ്പുകളെ കൂട്ടമായി കണ്ടാൽ, മൂർഖൻ പാമ്പുകളെ കൂട്ടമായി കണ്ടാൽ, മൂർഖൻ പാമ്പിന് ഇംഗ്ലീഷിൽ കോബ്ര എന്ന് പറയും. അപ്പോൾ മൂർഖൻ പാമ്പുകളെ കൂട്ടമായി കണ്ടാൽ കോബ്രാസ്, എ ക്യൂവർ ഓഫ് കോബ്രാസ് എന്ന് പറയും നമ്മൾ. എ ക്യൂവർ ഓഫ് കോബ്രാസ്. അതേപോലെ തന്നെയാണ് എ ക്യൂവർ ഓഫ് ആരോസ്. അങ്ങനെയാണെങ്കിൽ നായകളെ കൂട്ടമായി കണ്ടാൽ എ പാക്ക് ഓഫ് ഡോഗ്സ് എന്നാണ് പറയുക. എ പാക്ക് ഓഫ് ഡോഗ്സ്. ഇതൊക്കെ നമ്മളെ മുൻ വീഡിയോസിൽ ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈസിൻ്റെ മുൻ വീഡിയോസിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. എ പാക്ക് ഓഫ് വൂൾസ് എന്നാണ്. ചെന്നായകളെ കൂട്ടമായി കണ്ടാൽ എ പാക്ക് ഓഫ് വൂൾസ് എന്നും പറയാം. എ പാക്ക് ഓഫ് ഡോഗ്സ് എന്നും പറയാം നായകളെ കൂട്ടമായി കണ്ടാൽ. എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്ന് പറയാം. എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. എ ലിറ്റർ ഓഫ് പപ്പീസ്. പട്ടിക്കുട്ടിക്ക് യങ് വൺ ഓഫ് ഡോഗ് ഈസ് പപ്പി. പ്ലൂറൽ ഫോം ഓഫ് പപ്പി ഈസ് പപ്പീസ്. അപ്പോൾ എ ലിറ്റർ ഓഫ് പപ്പീസ്. അപ്പോൾ എ ക്യൂവർ ഓഫ് ആരോസ്, എ പാക്ക് ഓഫ് ഡോഗ്സ്, എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, എ ലിറ്റർ ഓഫ് പപ്പീസ് എന്നാണ് പറയുക. ഹൗ മെനി വേർഡ്സ് ഗിവൺ ബിലോ ആർ കോമ്പൗണ്ട് വേർഡ്സ് എന്നാണ്. ഹൗ മെനി വേർഡ്സ് ഗിവൺ ബിലോ ആർ കോമ്പൗണ്ട് വേർഡ്സ്. എന്താണ് കോമ്പൗണ്ട് വേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് SCERT പുസ്തകത്തിലുള്ളതാണ്. ഇനിയുള്ള എല്ലാ പരീക്ഷകളിലും 1 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമുക്കിത് പ്രതീക്ഷിക്കാം. 2 അതിലധികമോ പദങ്ങൾ ചേർന്നുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു പുതിയ പദമാണ് കോമ്പൗണ്ട് വേർഡ്സ് എന്നത്. ഇത് 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ക്ലാസ് റൂമിൽ ഏസിൻ്റെ ക്ലാസ് റൂമിൽ നമ്മളിത് കൃത്യമായി ചർച്ച ചെയ്യുന്നതാണ്. 2 വാക്കുകൾ അടുത്തടുത്ത് വരുന്ന, അതായത് അടുപ്പിച്ച് ചേരുന്ന, അടുത്തടുത്ത് നിൽക്കുന്നതായ വാക്കുകൾ, അതിനെ നമ്മൾ ക്ലോസ്ഡ് ഫോം എന്ന് പറയും. 2 വാക്കുകൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതുകയാണെങ്കിൽ അതിനെ നമ്മൾ ഓപ്പൺ ഫോം എന്ന് പറയും. ക്ലോസ്ഡ് ഫോം, ഓപ്പൺ ഫോം. ഇതിനു പുറമെ ഹൈഫനേറ്റഡ് ഫോം ഉണ്ട്. അതായത് 2 വാക്കുകൾക്കിടയിൽ സ്മോൾ ഹൈഫൺ, ചെറിയൊരു വരിയിട്ടിട്ട് നമ്മൾ എഴുതാറുണ്ട്. അതെല്ലാം കൂടിച്ചേർന്ന സാധനമാണ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. മഴ എന്നതിന് ഇംഗ്ലീഷിൽ നമ്മൾക്ക് റെയിൻ, മഴ പെയ്യുക എന്നും പറയാം, മഴ എന്നും പറയാം. പ്ലസ് ഫാൾ, വീഴുക, നിലം പതിക്കുക. അത് കൂടിച്ചേർന്നപ്പോഴാണ് എന്തായി മാറിയിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലെ റെയിൻഫോൾ എന്നത് വന്നത്. അങ്ങനെയാണെങ്കിൽ കാൽപാദം എന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഫൂട്ട്. പന്ത് എന്നതിന് ഇംഗ്ലീഷിൽ പറഞ്ഞതാണ് ബോൾ. അതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ ഫൂട്ട് ബോൾ എന്നായി മാറി. അപ്പോൾ നമ്മളോട് ചോദിച്ച പ്രകാരം ഇതിൽ എത്ര എണ്ണമാണ് കോമ്പൗണ്ട് വേർഡ്സ് ഉള്ളത് എന്നാണ്. ഇതിലെല്ലാം കോമ്പൗണ്ട് വേർഡ്സാണ്. ഇതിലെല്ലാം കോമ്പൗണ്ട് വേർഡ്സാണ്. അങ്ങനെയാണെങ്കിൽ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രേസൽ വെർബ്. ദ സ്ട്രൈക്ക് വാസ് ഡാഷ്. ദ സ്ട്രൈക്ക് വാസ് ഡാഷ്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സമരം മാറ്റിവെക്കപ്പെട്ടു എന്നാണ്. ആൻസർ കോൾഡ് ഓഫ് എന്നാണ്. ഡി എന്നതാണ്. ഇത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 9ാമത്തത് ഇഡിയമാണ്. SIയുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ഇഡിയംസ് ചോദിക്കും. സെക്രട്ടറി ടെസ്റ്റിൻ്റെ പരീക്ഷയ്ക്ക് എന്തായാലും ഒരു ഇഡിയം ചോദിക്കും. സാധാരണ പ്രീവിയസിൽ നിന്നും ചിലപ്പോൾ വ്യത്യസ്തമായ 1 മാർക്കിൻ്റെ ചോദ്യം വരും. അപ്പോൾ ഇഡിയംസ് എന്നത് വെറൈറ്റി ആയ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും അഡീഷണൽ ആയിട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഷീ ഹാഡ് ഇറ്റ് ടു ബൈറ്റ് ദ ബുള്ളറ്റ്. അപ്പോൾ ബൈറ്റ് ദ ബുള്ളറ്റ് എന്നതിൻ്റെ മീനിങ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ്? ഡ്യൂറിങ് ഹെർ ട്രെയിനിങ് പീരീഡ്. പരിശീലന കാലയളവ് നടക്കുന്ന സമയത്തിൽ, പരിശീലന കാലയളവിൽ അവൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു? ബൈറ്റ് ദ ബുള്ളറ്റ്. ആ വാക്കിന് തന്നെ അറിയാം,
നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമേ ആയിരിക്കില്ല ഇഡിയം. ഭാഷാശൈലിയുടെ അർത്ഥം അതാണ്. അപ്പം മീനിങ് എന്താ? മീനിങ് ഷീ ഹാഡ് ടു ഫേസ് അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ എന്നാണ്. സന്തോഷകരമല്ലാത്ത പല അനുഭവങ്ങളും അവൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്നാണ്. ആൻസർ എ എന്നതാണ്. യെസ്, 10ാമത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത ഒരു 50-ലധികം പരീക്ഷ, നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 50-ലധികം പരീക്ഷയ്ക്ക് ചോദിച്ച സ്പെല്ലിംഗ് ആണ്. ഇതിൻ്റെ പ്രത്യേകത ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ഇത് നമ്മളോട് സ്പെല്ലിംഗ് ചോദിക്കും. ഇതിന് ശേഷം നേരത്തെ നമ്മൾ പറഞ്ഞ പ്രപ്പോസിഷണൽ ഫ്രേസസ്, സീക്രട്ട് പ്ലസ് ഓഫ്, സീക്രട്ട് ഓഫ്, ബീവെയർ പ്ലസ് ഓഫ്, ബീവെയർ ഓഫ് എന്ന് പറയുന്ന പോലെ തന്നെ ചോദിക്കുന്ന ഒരു സാധനമാണ് എക്വൈൻറ്റൻസ് എന്നത്. എക്വൈൻറ്റൻസ് എന്നത് ACQUAINTANCE എക്വൈൻറ്റൻസ്. എക്വൈൻറ്റൻസ് പ്ലസ് വിത്ത്, എക്വൈൻറ്റൻസ് വിത്ത്. ഇതിന് ശേഷം ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ചോദിച്ചാൽ വിത്ത് എന്നതാണ്. ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്വൈൻറ്റൻസ് എന്ന സ്പെല്ലിംഗ് ചോദിക്കാം, എക്വൈൻറ്റൻസ് എന്നതിന് ശേഷം ഏത് പ്രപ്പോസിഷൻ വരും എന്നും ചോദിക്കാം. അപ്പോൾ ACQUAINTANCE. അപ്പോൾ സി എന്നതാണ് ആൻസർ.